ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ മുട്ടയൊന്നും ചേർക്കാതെയുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ട ചേർക്കാതെയുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരിയും പിന്നെ ഈത്തപ്പഴവും പിന്നെ പല കളറിലുള്ള ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ വെക്കുക. ഒന്നോ രണ്ടോ മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് സോക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഞാനിത് രാവിലെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കാരമൽ സിറപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ നല്ലത്. ഇനി ഇത് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളറിലായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേറെ എങ്ങോട്ടും പോകരുത് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും ഉരുകി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ കേക്കിന് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പതിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഇതിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ പിന്നെ കയ്പ്പ് രസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ മേലേക്കൊക്കെ തെറിച്ച് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറി വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷമുള്ള നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കുക. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജാതിക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ, തണുത്ത പാൽ ഉപയോഗിക്കരുത്. എന്നിട്ട് നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു തടിത്തവിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തില്ലേ, അതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ ആദ്യം നന്നായിട്ടൊന്ന് ഒരു തടിത്തവി വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ബട്ടറൊന്നും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഓയിലും ഈ പാലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ആ വെള്ളപ്പാട്ട് പെടാതെ വേണം എടുക്കാൻ. വെള്ളപ്പാട്ട് വന്നാൽ കയ്പ്പ് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പീൽ ചെയ്തിട്ട് എടുത്താൽ മതി, ആ പുറം തൊലി മാത്രം. എന്നിട്ട് ഇതുപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലം കേക്കിൻ്റെ എസൻസ് ഉണ്ട്, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം പഞ്ചസാര കാരമലൈസ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഏകദേശം പ്ലം കേക്കിൻ്റെ ഒക്കെ ആ ഒരു രുചി കിട്ടും. പിന്നെ ഈ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്ത തൊലിയും എല്ലാം കൂടി ആകുമ്പോൾ അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ബാച്ച് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും നമ്മുടെ കാരമൽ സിറപ്പും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതിലേക്ക് പൊടിയും കാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ കാരമൽ സിറപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ഓറഞ്ച് ജ്യൂസ് കുറച്ചും കൂടെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കളഞ്ഞിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ മാവ് ഒരുപാട് ലൂസായി പോവും. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിനൊക്കെ ഉള്ള മാവ് അത്യാവശ്യം കുറച്ചൊരു കട്ടിയിൽ തന്നെ ഇരിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ വെള്ളം ഒഴിവാക്കിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുറച്ച് തിക്കായിട്ടുള്ളതാണെങ്കിൽ മാവ് കുറച്ച് നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര ഈ കട്ടിയിലാണ് ഇരിക്കേണ്ടത്, എന്നാലേ ഉള്ളൂ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ട് വരിക. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ് കേട്ടോ. അപ്പോൾ ഓവനില്ലാതെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം, ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലോ ഉരുളിയിൽ വേണമെങ്കിലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 40-45 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ അല്പം കാഷ്യൂ നട്ടും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു ബേക്ക് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോഴേക്കും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലം കേക്കൊക്കെ എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. ഇതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ വിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനി നമുക്ക് അടിയിൽ വെച്ചിട്ടുള്ള ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ മുട്ടയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ മുട്ടയൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്